ഓപ്പറേഷൻ തരൂരോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, നമ്മൾ ഈ ചോദ്യമിട്ടത് ഓപ്പറേഷൻ തരൂരോ എന്ന് ചോദിക്കുമ്പോൾ ഈ സർവകക്ഷി സംഘത്തെ നയിക്കുന്ന തരൂർ അത് ഓപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുവരുമെന്നുള്ള രൂപത്തിലല്ല, തരൂരിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഓപ്പറേഷനാണോ? ഈ ഓപ്പറേഷൻ താമര എന്നൊക്കെ. അതെ അതെ. നോക്കൂ, ഈ വിഷയത്തിൽ പല തലങ്ങളുണ്ട്. അതുകൊണ്ട് അത് വിശദമായി തന്നെ പരിശോധിക്കപ്പെടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നാമതായിട്ട്, രാജ്യത്തെ ഒരു ആക്രമണം നേരിടുന്ന സമയത്ത് രാജ്യത്തിൻ്റെ നിലപാടുകൾ ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സർവകക്ഷി സംഘത്തെ, വിവിധ ഡെലിഗേഷനുകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വളരെ ഉചിതമായ തീരുമാനമാണ്. അക്കാര്യത്തിനൊന്നും ഒരു സംശയവുമില്ല. അത് ആദ്യമായി ഇന്ത്യ ചെയ്യുന്നൊരു കാര്യമല്ല. ഇതിനു മുമ്പ് അതിൻ്റെ മാതൃകകളുണ്ട്. നമുക്കതിലേക്ക് വരാം. അപ്പോൾ സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. മൾട്ടി പാർട്ടി ഡെലിഗേഷനാണ് പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഈ വിഷയത്തിൽ, അതായത് രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ അല്ലെങ്കിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച മാതൃക എന്ന് പറയുന്നത് മൾട്ടി പാർട്ടി ഡെലിഗേഷൻസിനെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് വിട്ട് തങ്ങളുടെ നിലപാട് അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘടനകൾ എന്താണ് ശ്രമിച്ചത്? ഇന്ത്യയിൽ പഹൽഗാമിലൂടെ ഒരു ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്, ആഭ്യന്തര ഭിന്നിപ്പുണ്ടാക്കാനാണ് ശ്രമിച്ചത്. ആ ആഭ്യന്തര ഭിന്നിപ്പുണ്ടായില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണ്, കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ എന്നൊരു സന്ദേശം ലോകത്തിന് കൊടുക്കാൻ ഈ പറയുന്ന മൾട്ടി പാർട്ടി, ഈ സർവകക്ഷി ഡെലിഗേഷന് കഴിയും. അത് നിശ്ചയമായും ഒരു നല്ല ചുവടുവെപ്പാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സർവകക്ഷി സംഘങ്ങളിലേക്ക് ആരെ അയക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഓരോ പാർട്ടിക്കുമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അവരുടെ ഒരു ആഭ്യന്തരമായ തീരുമാനമാണ്. ആ ആഭ്യന്തരമായ തീരുമാനത്തെയാണ് സർക്കാർ അംഗീകരിക്കേണ്ടത്. അല്ലാതെ ഒരു പാർട്ടിയുടെ ആ പാർട്ടിയിൽ നിന്ന് ആരൊക്കെയാണ് ഈ സംഘത്തിലേക്ക് വരേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനില്ല. അത് ജനാധിപത്യത്തിലെ ഒരു നല്ല വഴക്കവുമല്ല. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ആളുകളെ തീരുമാനിച്ച് സർക്കാരിനോട് നിർദ്ദേശിക്കുകയും അങ്ങനെ ഒരു മൾട്ടി പാർട്ടി ഡെലിഗേഷൻ രൂപപ്പെടുകയുമാണ് ചെയ്യേണ്ടത്. അതാണ് ശരിയായ ജനാധിപത്യ രീതി. അവിടെ സർക്കാർ ഒരു വീഴ്ച വരുത്തിയിട്ടുണ്ട്, അഥവാ BJP ഒരു തരത്തിലുള്ള ധാർഷ്ട്യം കാണിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ നിലപാട്. ഇനി ഇവിടെ കോൺഗ്രസിനൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി ഞാൻ കരുതുന്നു. അതെന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ ഉണ്ടാവേണ്ട ഒരു പേര് തന്നെ കേട്ടോ ശശി തരൂർ എന്ന് പറയുന്ന കാര്യത്തിൽ. അതിനകത്ത് എനിക്കൊരു തർക്കമില്ല. കാരണം എന്താ വെച്ചാൽ, ശശി തരൂർ എന്ന് പറയുന്നയാൾ ഇന്ന് ലോകത്തുള്ള വിവിധ രാഷ്ട്ര നേതാക്കൾക്ക് മുഖപരിചയമുള്ള ഒരാളാണ് ശശി തരൂർ. ഞാൻ ആദ്യമായി ശശി തരൂരിനെ കാണുന്നത് 2005-ലാണ്. 2005 ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനത്ത് വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അന്ന് ഐക്യരാഷ്ട്രസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ ന്യൂയോർക്കിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? അന്ന് ഈ ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടന്നിരുന്നു. ആ ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും അന്നത്തെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റായിട്ടുള്ള പർവേസ് മുഷറഫും കൂടി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും മാധ്യമങ്ങളെയാണ് അഭിസംബോധന ചെയ്തത്. ആ പ്രസ് കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്ന ആളായിട്ടാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ശശി തരൂരിനെ കാണുന്നത്. അപ്പോൾ അത്ര വലിയ പൊസിഷനിൽ ഇരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. UN അണ്ടർ സെക്രട്ടറി ജനറലായിരുന്നു. എത്രയോ കാലമായിട്ട് UN പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഏത് ലോക നേതാക്കൾക്കും ശശി തരൂരിനെ അറിയാം. എന്ന് മാത്രവുമല്ല, ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുള്ള ആൾ കൂടിയാണ് 2006 ശശി തരൂർ. ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചില്ല. ബാൻ കി മൂണാണ് UN സെക്രട്ടറി ജനറൽ ആയെങ്കിൽ കൂടിയും വിവിധ രാജ്യങ്ങളിലെ നേതാക്കൾക്ക് വ്യക്തിപരമായി പോലും അറിയുന്ന ഒരാളാണ് ശശി തരൂർ. സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ഇത്തരത്തിലുള്ളൊരു അയൽ ഭീഷണി ഉണ്ടാകുമ്പോൾ ആ വിഷയം ലോകത്തെ നേതാക്കളെ ധരിപ്പിച്ചുകൊണ്ട് അവരുടെ പിന്തുണ ആർജിക്കുന്നതിന് ഇത്തരത്തിലുള്ള വ്യക്തിപരമായ സൗഹൃദങ്ങൾ, ഇത്തരത്തിലുള്ള മുഖപരിചയം, ഇതൊക്കെ വളരെ ഗുണപ്രദമാകുമെന്നേ. അത് ഉപയോഗപ്പെടുത്തേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി അവരുടെ ലിസ്റ്റിൽ ശശി തരൂരിൻ്റെ പേര് നിർദ്ദേശിക്കേണ്ടതായിരുന്നു. എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. ഇനി ശശി തരൂരിൻ്റെ നിലപാടെന്താണ് ഈ കാര്യത്തിൽ? അതും വളരെ ഞാൻ മനസ്സിലാക്കുന്നത്, ശശി തരൂർ എപ്പോഴും ശശി തരൂരും കോൺഗ്രസുമായിട്ടൊരു ലവ് ആൻഡ് ഹെയ്റ്റ് റിലേഷൻഷിപ്പാണ്. അത് ആദ്യം മുതൽ തന്നെ കാണാം. നമുക്കിപ്പോൾ 2009 ശശി തരൂർ കോൺഗ്രസിലേക്ക് വരുന്നത്. കോൺഗ്രസിൽ ചേരുന്നു അദ്ദേഹം. എന്നിട്ട് 2009 തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു. തിരുവനന്തപുരത്ത് മത്സരിച്ച് വിജയിക്കുന്നു. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു, അല്ലേ? 1 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. വിശ്വപൗരൻ എന്നുള്ള ഇമേജൊക്കെ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന്. അങ്ങനെ വിജയിച്ചു വരുന്ന ശശി തരൂർ യഥാർത്ഥത്തിൽ വിദേശകാര്യമന്ത്രിയാവും എന്നാണ് വിചാരിച്ചത്. വിദേശകാര്യമന്ത്രി ആയില്ല. അന്ന് വിദേശകാര്യ സഹമന്ത്രിയാവുകയാണ് ചെയ്തത്. അന്ന് എനിക്ക് തോന്നുന്നത് നട്വർ സിംഗ് ആണെന്ന് വിദേശകാര്യമന്ത്രിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അപ്പോൾ മുതൽ തന്നെ ശശി തരൂരിന് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്രയും വലിയ ആഗോള തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ വിശ്വപൗരൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ഇമേജുള്ള ഒരാളെ വിദേശകാര്യ സഹമന്ത്രിയാക്കുവാണ് കോൺഗ്രസ് ചെയ്തത്. അപ്പം അവിടെ മുതൽ തന്നെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. പിന്നെന്താ സംഭവിച്ചത്? IPL സ്വെറ്റ് ഓഹരിയായിട്ട് ബന്ധപ്പെട്ട വിവാദം വന്നപ്പോഴത്തേക്കും തരൂരിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു, അല്ലേ? ആ വിവാദത്തിലുള്ള മന്ത്രിസ്ഥാനം രാജിവെച്ച് പോകുന്നു. പിന്നീട് വീണ്ടും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോഴും സഹമന്ത്രിയായിട്ട് തന്നെയാണ്. പിന്നെ ഇങ്ങോട്ടേക്കൊരു ഏറ്റുമുട്ടലാണ് ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ. 2014 അദ്ദേഹത്തെ പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ സ്ഥാനത്ത് നിന്ന് മാറ്റി. അപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് എന്താ? ഗ്രൂപ്പ് 23 അംഗമായിട്ടാണ്, അല്ലേ?
ഗ്രൂപ്പ് 23 എന്ന് പറഞ്ഞാൽ എന്താണ്? സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എതിരായിട്ട് അഥവാ നെഹ്റു കുടുംബത്തിനെതിരായിട്ട് കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടു വന്നൊരു വിമതപക്ഷമാണ്. ആ വിമതപക്ഷത്തിനകത്താണ് ഈ കപിൽ സിബലൊക്കെ ഉണ്ടായിരുന്നത്. കപിൽ സിബൽ ഇപ്പോൾ ഏത് പാർട്ടിയിലാണ് ഉള്ളത്? സമാജ്വാദി പാർട്ടിയിലാണ് ഉള്ളത്. അതുപോലെ ഗുലാം നബി ആസാദ് ഇപ്പോൾ എന്താ സ്ഥിതി? അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയി. അങ്ങനെ പലരും കോൺഗ്രസ് വിട്ടുപോയി. പക്ഷേ ശശി തരൂർ തുടർന്നു എന്ന് മാത്രമല്ല, ശശി തരൂർ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അല്ലേ? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്താണ് നെഹ്റു കുടുംബത്തിൻ്റെ ഗാന്ധി കുടുംബത്തിൻ്റെ താല്പര്യം എന്തായിരുന്നു? സോണിയാഗാന്ധിയുടെ താല്പര്യം എന്തായിരുന്നു? രാഹുൽ ഗാന്ധിയുടെ താല്പര്യം എന്തായിരുന്നു? ഖാർഗെ അധ്യക്ഷനായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു. ഖാർഗെ അധ്യക്ഷനായിട്ട് കൊണ്ടുവരാനുള്ള വേണ്ട എന്നതായിരുന്നു താല്പര്യം. മത്സരം വേണ്ട എന്നുള്ളതായിരുന്നു. ആ മത്സരം വേണ്ട എന്ന് പറഞ്ഞ നിലപാടിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി നിൽക്കുമ്പോഴാണ് ഖാർഗെയെ വെല്ലുവിളിച്ചുകൊണ്ട് ശശി തരൂർ മത്സരരംഗത്ത് ഇറങ്ങുന്നത്. മത്സരത്തിൽ ഇറങ്ങിയപ്പോഴും ശശി തരൂരിൻ്റെ പെർഫോമൻസ് മോശമല്ല കേട്ടോ. 1017 വോട്ട് അന്ന് അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? താല്പര്യമില്ല എങ്കിൽ കൂടിയും ശശി തരൂരിനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുക്കേണ്ടി വന്നു. ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുക? പിന്നെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇഷ്ടമില്ലാതെ മത്സരരംഗത്ത് ഇറക്കിയ ഒരാളെ ഒതുക്കി നിർത്തിയെന്നൊരു പ്രചാരണം വരും. അങ്ങനെ നിവർത്തികെട്ടിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ട് അദ്ദേഹത്തെ എടുക്കുന്നത്. പക്ഷേ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എന്താ? ആ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡിയാണ്. ആ ഉന്നതമായ ബോഡിയിലിരിക്കുന്ന ഒരാൾക്ക് ആ പാർട്ടിയോടാണ് പ്രാഥമികമായ ഉത്തരവാദിത്തമുള്ളത് കേട്ടോ. അത് അക്കാര്യം കൊണ്ട് മാത്രമല്ല, ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടേ രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്നുള്ളത്. രാഷ്ട്രമുണ്ട് ഇവിടെ, ഒരു സംശയവും വേണ്ട. ഈ രാഷ്ട്രത്തിനൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. പാകിസ്ഥാൻ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു രാജ്യവുമല്ല ഭാരതം. ആ രാഷ്ട്രത്തിനുള്ളിൽ രാഷ്ട്രീയമുണ്ട് എന്ന് മാത്രമല്ല, കക്ഷി രാഷ്ട്രീയമുണ്ട്. ആ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണെന്നേ ശശി തരൂർ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നത്. അദ്ദേഹം 4 തവണയായിട്ട് കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ്. 2 തവണ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ആളാണ്. അതെല്ലാം കോൺഗ്രസ് ആക്കിയത്. ഇപ്പോൾ ഈ പറയുന്ന പാർലമെന്റ് എക്സ്റ്റേണൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹം ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ചെയർമാനായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെ കോട്ടയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആർജിച്ചിട്ടുള്ളത്. അദ്ദേഹം മണ്ഡലത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നതമായൊരു ബോഡിയിലെ അംഗവുമാണ്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? അടുത്ത വരിയാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ളത്. സർക്കാരും പാർട്ടിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അവിടെ പോയി ചോദിക്കുന്നത് പാർട്ടിയും സർക്കാരും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് പറയേണ്ട നേതാവാണോ ശശി തരൂർ? ശശി തരൂരിന് ഉത്തരവാദിത്വമില്ലേ? കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അല്ലേ അദ്ദേഹം? ആ പാർട്ടിയുടെ 4 തവണ MP അല്ലേ? അപ്പോൾ ആ രീതിയിൽ തന്നെ ഡിറ്റാച്ച് ചെയ്യുന്നൊരു സമീപനം ശശി തരൂർ എടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ശശി തരൂർ എപ്പോഴും വളരെ ബുദ്ധിപൂർവ്വം ആസൂത്രണമായ ഒരു നീക്കം നടക്കുക. എന്താ അറിയാം? ഈ രാജ്യരക്ഷ സംബന്ധിച്ച വിഷയങ്ങളിൽ ഭരണകൂടത്തിന് അനുകൂലമായിട്ട് അങ്ങ് നിലപാടെടുത്തേക്കും. അങ്ങനെ നിലപാടെടുത്ത് കഴിഞ്ഞാൽ എന്താ പറ്റുകയെന്നറിയോ? ഈ കോൺഗ്രസ് പാർട്ടി പ്രതിസന്ധിയിലായി പോകും. കാരണം വെച്ചാൽ എന്തെങ്കിലും മറുത്ത് ശശി തരൂരെതിരായിട്ട് പറഞ്ഞാൽ പിന്തിരിപ്പനായി പോകുമല്ലോ. അങ്ങനെ ഒരു പ്രശ്നം വരും. രാഷ്ട്രവിരുദ്ധരായി പോകും. അതുകൊണ്ട് മിണ്ടാതിരിക്കുക കോൺഗ്രസ് നിവർത്തിയുള്ളൂ. അതേപോലെ വികസനം പോലുള്ള വിഷയങ്ങൾ എടുത്തിട്ട് അങ്ങ് സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറഞ്ഞു കളയും. അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയണമെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമായ വ്യക്തിത്വമായിരിക്കണം. നിങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അതിൻ്റെ മുഴുവൻ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് വേറൊരു ഇമേജ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിക്കുന്നത് ആ പാർട്ടിയോട് കാണിക്കുന്ന നീതികേടാണ്. അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നോക്കൂ, ഇവിടെ കോൺഗ്രസ് ഒരു മുൻമാതൃ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. 1994 നമുക്കറിയാമല്ലോ, നരസിംഹറാവു ഗവൺമെൻറ് ഒരു മൾട്ടി പാർട്ടി ഡെലിഗേഷൻ ഉണ്ടാക്കില്ലേ? ആ മൾട്ടി പാർട്ടി ഡെലിഗേഷൻ്റെ നേതാവ് ആരായിരുന്നു? ആരെയാണ് തീരുമാനിച്ചത്? അടൽ ബിഹാരി വാജ്പേയിയാണ് തീരുമാനിച്ചത്. എന്തായിരുന്നു അന്നത്തെ സാഹചര്യം? എന്തിനാണ് ഉണ്ടാക്കിയത്? 94 സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഈ ജമ്മു കാശ്മീരിലേക്ക് ഭീകരവാദ പ്രവർത്തനവും നുഴഞ്ഞുകയറ്റവും നടന്ന വർഷങ്ങളാണ് ഈ 92, 93, 94 ഹസ്രത് ബാലൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ ലോകത്ത് അന്ന് ഈ പറയുന്ന കാശ്മീർ പ്രശ്നം ഒരു വലിയ തലവേദനയായി ലോകത്ത് നിൽക്കുന്ന സമയത്ത് അമേരിക്ക വലിയ രീതിയിൽ കാശ്മീരിനെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് എന്താ പറഞ്ഞത്? കാശ്മീർ ഡിസ്പ്യൂട്ട് എന്നാണ് പറഞ്ഞത്. നമ്മളത് അംഗീകരിക്കുന്നില്ല, ആ വാക്ക് അംഗീകരിക്കുന്നില്ല. അതങ്ങനെ കാശ്മീർ ഒരു ഡിസ്പ്യൂട്ട് അല്ലല്ലോ. കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ അല്ലേ, രാജ്യത്തിൻ്റെ ഭാഗമല്ല. അതെങ്ങനെയാണ് ഒരു തർക്ക വിഷയമാകുക? അന്ന് ബേനസീർ ഭൂട്ടോയാണ് പ്രധാനമന്ത്രി. ബേനസീർ ഭൂട്ടോ പറഞ്ഞതുണ്ടല്ലോ, ആസാദ് കാശ്മീരിന് വേണ്ടി ഞങ്ങൾ അവസാനത്തെ രക്തം വരെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വലിയ ആഹ്വാനവും പ്രകടനവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ വിഷയമായിട്ട് വന്നപ്പോൾ പാകിസ്ഥാൻ എന്ത് ചെയ്തു? ഈ അമേരിക്കയുടെ പിന്തുണയുണ്ട്, അതേപോലെ തന്നെ ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഉണ്ട്, അവരുടെയും പിന്തുണയുണ്ട് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് UN-ൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പോയിട്ട് ഈ വലിയ മനുഷ്യാവകാശ ലംഘനമാണ് ജമ്മു കാശ്മീരിൽ നടക്കുന്നത്, അതുകൊണ്ട് തേർഡ് പാർട്ടി മീഡിയേഷൻ വേണമെന്നൊരു റെസൊല്യൂഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ റെസൊല്യൂഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് നരസിംഹറാവു ഗവൺമെൻറ് ഒരു മൾട്ടി പാർട്ടി ഡെലിഗേഷനെ ഉണ്ടാക്കിയത്. ആ മൾട്ടി പാർട്ടി ഡെലിഗേഷനെ ലീഡ് ചെയ്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി ആണ്. അദ്ദേഹത്തിൻ്റെ താഴെയാണ് അന്ന് വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദ് അടക്കമുള്ള ഡെലിഗേറ്റുകൾ പോയത്. എന്ന് മാത്രമല്ല കേട്ടോ, വലിയ മൂവ്മെൻ്റ് ആയിരുന്നു അത്. ഈ OIC കൺട്രീസ് ഉണ്ടല്ലോ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, അവരുമായി നല്ല വ്യക്തിബന്ധമുള്ള അംബാസഡർമാരെ തിരിച്ചു വിളിച്ചു ഇന്ത്യ. എന്നിട്ട് ഈ ഡെലിഗേഷൻ്റെ പാർട്ടാക്കി. ഇതൊക്കെ നരസിംഹറാവും മൻമോഹൻ സിംഗ് കൂടി ചെയ്ത കാര്യമാണ്. അങ്ങനെയാണ് ഈ പറയുന്ന UN-ൻ്റെ ജനീവയിൽ നടന്ന സമ്മേളനത്തിൽ വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഒരു ഡെലിഗേഷൻ അങ്ങോട്ട് പോയിട്ട് ഈ പാകിസ്ഥാൻ്റെ നീക്കം അങ്ങ് പൊളിച്ചു കളഞ്ഞു. അതായത് ഈ OIC കൺട്രീസ് ഉണ്ടല്ലോ, ആ കൺട്രീസിൻ്റെ പോലും പിന്തുണ കിട്ടാതെയായി എന്ന് മാത്രമല്ല, അവസാനം ഇറാനും ലിബിയയൊക്കെ അടക്കം പാകിസ്ഥാനെതിരായിട്ട് തിരിഞ്ഞു. അതുമാത്രവുമല്ല, ചൈന ഇന്ത്യക്കൊപ്പം നിന്നു. ആ രീതിയിലുള്ളൊരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ചാനൽസ് ഓപ്പൺ ചെയ്തുകൊണ്ട് അതിഗംഭീരമായൊരു നയതന്ത്ര നീക്കമാണ് ഇന്ത്യ നടത്തിയത്. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ആ റെസൊല്യൂഷൻ അവതരിപ്പിച്ചില്ല പാകിസ്ഥാൻ. റെസൊല്യൂഷൻ അവതരിപ്പിക്കാൻ
കഴിയാതെ പോയി പാകിസ്ഥാൻ. അതായിരുന്നു ആദ്യത്തെ മൾട്ടി പാർട്ടി ഡെലിഗേഷൻ 2008 ഈ രാജ്യത്തെ നടുക്കിയ പിന്നെ മുംബൈ അറ്റാക്കിന് ശേഷം മൻമോഹൻ സിംഗ് ഒരു പിന്നെ ഡെലിഗേഷൻ വിട്ടല്ലോ. 2008 ഇസ്ലാമാബാദാണ് ഈ ടെററിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ആളുകളെ വിടുകയും ആ രീതിയിൽ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടല്ലേ ഗ്രേ ലിസ്റ്റിൽപ്പെട്ടത് പാകിസ്ഥാൻ? അല്ലേ, ഗ്രേ ലിസ്റ്റിൽപ്പെട്ടു പാകിസ്ഥാൻ. ആ രീതിയിൽ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ വളരെ എന്താ പറയുക സ്വതന്ത്രമായ സമീപനമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പം BJP ചെയ്യുന്ന അഥവാ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഓരോ പാർട്ടിയിൽ നിന്നും അവരങ്ങ് ഡെലിഗേഷൻ്റെ ആളുകളെ തീരുമാനിക്കുക എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്. എന്ന് മാത്രമല്ല ഇപ്പം PR സുനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ കോൺഗ്രസ് കൊടുത്തിരിക്കുന്ന 4 പേരെ എടുത്തിട്ടില്ല. എന്നിട്ട് കേന്ദ്ര സർക്കാർ അങ്ങ് തീരുമാനിക്കുകയാണ് ശശി തരൂരിനെയും മനീഷ് തിവാരിയും ഒക്കെ അങ്ങനെ ഒരു നിലപാട് എടുത്തിരിക്കുന്നത് പറയുന്നു. ആ ലിസ്റ്റ് പുറത്ത് വന്നിട്ടില്ല. പക്ഷേ ഈ 7 ഡെലിഗേഷനെ നയിക്കുന്ന ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട പേര് ശശി തരൂരാണ്. പക്ഷേ ശശി തരൂർ കനിമൊഴിയുണ്ട്. പ്രധാനപ്പെട്ട പേര് ശശി തരൂരിനെ മുന്നോട്ട് വയ്ക്കുമ്പോൾ ശശി തരൂർ എടുക്കേണ്ട ഒരു നിലപാടുണ്ടല്ലോ ഈ കാര്യത്തിനകത്ത്. അതായത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ഒരാളെ ഈ ഡെലിഗേഷനിലേക്ക് ക്ഷണിക്കുന്നു വിചാരിക്കാം. ആ പോളിറ്റ് ബ്യൂറോ അംഗം ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? പാർട്ടിയുടെ അനുമതി വാങ്ങിക്കും. പാർട്ടിയുടെ അനുമതി വാങ്ങിച്ചതിന് ശേഷം ഈ പരിപാടിക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഈ പോളിറ്റ് ബ്യൂറോ അംഗത്തെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കി നിർത്തുന്നത് ആ പാർട്ടിയും ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന അണികളുമാണ്. അപ്പോൾ അവരുടെ അനുവാദമില്ലാതെ അയാൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡിയിലിരിക്കുന്ന ആൾക്ക് എന്നെ സർക്കാർ വിളിച്ചു ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്നൊരു പരിപാടിയല്ലത്. അത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ആൾ പറയണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡന്റിനെ അറിയിക്കണം, അല്ലെങ്കിൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അറിയിക്കണം. എന്നിട്ട് അവിടുന്ന് പെർമിഷൻ കിട്ടണം. അവിടുന്ന് പെർമിഷൻ എടുത്തുകൊണ്ട് വേണം പോകാൻ. ഈ വിഷയത്തിനകത്ത് പെർമിഷൻ കൊടുക്കാതിരിക്കത്തില്ല ശശി തരൂരിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രാജ്യരക്ഷയുടെ വിഷയമാണ്. ശശി തരൂരിനെ പോകണ്ട എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? കോൺഗ്രസ് ആ സമയത്ത് ചോദ്യം ചെയ്യപ്പെടും. കോൺഗ്രസ് ഒരു വെട്ടിലാണല്ലോ ഇപ്പം. കാരണം വെച്ചാൽ ഇത് പിന്നെ എന്താ കാരണം വെച്ചാൽ ഇതിപ്പോൾ എന്താ കഴിച്ചിട്ട് പിന്നെ തുപ്പാനും വയ്യ, മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നൊരു സ്ഥിതിയിലാണ് ശശി തരൂരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം എന്താ പല നേതാക്കളും പറഞ്ഞ ലക്ഷ്മണരേഖ മറികടക്കുകയാണ് എന്നാണ് പറയുന്നത്. അത് വലിയൊരു വിഷയം തന്നെയാണ്. ഞാൻ ഇതിനകത്ത് കാണുന്നൊരു പ്രശ്നം എന്താ അറിയോ? അത് പറഞ്ഞാൽ അത് അവസാനിപ്പിച്ചേക്കാം. എന്താണ് കോൺഗ്രസിൽ ശശി തരൂരിൻ്റെ ഭാവി? നമ്മളൊന്ന് ആലോചിക്കണ്ടേ? ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ 2029 തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിക്കുമെന്ന്. അങ്ങനെ മത്സരിച്ചാൽ വിജയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ അറിയാവും, ഇപ്രാവശ്യം പോലും തരൂരിൻ്റെ സ്ഥിതി വളരെ കഷ്ടമായിരുന്നു. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ഒരു 10,000 വിചാരിച്ചതുപോലെ BJPക്ക് വോട്ട് പോൾ ചെയ്യപ്പെട്ടില്ല. അങ്ങനെ പോൾ ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ശശി തരൂർ വേണമെങ്കിൽ തോറ്റുപോകുന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു 2024 നടന്നതെന്നേ. തിരുവനന്തപുരത്ത് ആ മണ്ഡലത്തിൽ വലിയ നഷ്ടം BJPക്ക് ഉണ്ടായി. 15,000-16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പ്രാവശ്യം ജയിച്ചിരിക്കുന്നത്. ഇനിയൊരു മത്സരം അവിടെ ഉണ്ടായാൽ വിജയിക്കുമെന്ന് ശശി തരൂരിന് ഉറപ്പില്ലാത്ത ഒരു മത്സരമായിരിക്കും അത്. ഇനി അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ഇനി മാത്രമല്ല കോൺഗ്രസിൽ എന്താണ് ശശി തരൂരിൻ്റെ ഒരു ഭാവി? ഇനിയിപ്പം കോൺഗ്രസിലും ഭാവിയൊന്നുമില്ല. അപ്പോൾ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ വേറെ ചില പ്രോജക്റ്റുകൾ ഉണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത് BJPയിലേക്ക് പോവോ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളൊന്നും പങ്കുവയ്ക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ശശി തരൂർ ഒരു താവളമായി, സുരക്ഷിത താവളമായി ഈ കോൺഗ്രസിനെ കാണുന്നില്ല. ശശി തരൂരിൻ്റെതായിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്. ശശി തരൂർ ഇതുപോലെയൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭരണപക്ഷത്തിന് ഗുണകരമാവുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ് അത് പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കി മൊത്തത്തിൽ ഈ പറയുന്ന ഈ കുളം കലക്കൽ പരിപാടിയാണ് ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഭാഗമായി ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുള്ളൊരു നേതാവ്, പദവികൾ ലഭിച്ചിട്ടുള്ളൊരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിയോട് പ്രാഥമികമായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം ശശി തരൂർ നിർവഹിക്കണം. പിന്നെ BJPയുടെ ബുദ്ധിയാണെന്നേ, ഇങ്ങനൊരാൾ ചാടാൻ നിൽക്കുകയാണെങ്കിൽ അവരുടെ ബുദ്ധിയാണ്. അവർ ആ രീതിയിൽ കാര്യങ്ങൾ നീക്കും. അവരിവരെ വെട്ടിലാക്കാൻ നോക്കും. അങ്ങനെ വെട്ടിലാക്കാൻ നോക്കുമ്പോൾ തലവെച്ച് കൊടുക്കുന്ന ഒരാളായിട്ട് താൻ തുടരണോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കേണ്ടത് ശശി തരൂരാണ്. ബുദ്ധിപരമായ ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഈ കാര്യത്തിൽ BJP നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. Meet the editors.